നല്ല മഴ പെയ്തിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ മഴയിൽ നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞിന്. ആ കാറ്റിൽ പറ്റി ഇതാണിത്. ലൈന് പൊട്ടി വീണ്. കുഞ്ഞമ്മയും മേലത്തെ വീട്ടിലൊരു നമ്മളെല്ലാം ഭയങ്കര എന്താ പറയണ്ട ഒരു ഇല കേരള. അതാടെ നമ്മള് ഇത് ബ്ലോക്കാക്കി വെച്ചിട്ടാണുള്ളത്. ലൈന് പൊട്ടി വീണിട്ട് ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ബ്ലോക്കാക്കി വെച്ചിട്ട് മേലെ അങ്ങോട്ടെല്ലാം ബ്ലോക്കാക്കി വെച്ചിട്ടാണുള്ളത്. കുഞ്ഞമ്മക്ക് ഭയങ്കര പേടിയാണ്. ആർക്കെങ്കിലും സത്യോ നമ്മളെന്നെ കണ്ടിന് കണ്ടിട്ട് നമ്മളെ ഇരുട്ട് അഞ്ചോളം കണ്ടു വന്നു. ഇതാ നടുക്കുണ്ടത്രേ, നടുക്കാവുള്ളത് കമ്പി, 2 കമ്പി നടുക്കാവുള്ളത്. നമ്മള് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ പറയുന്നു? നീ ഇത്ര ഉറപ്പില്ലാത്തതായി പോയിനോ ഇതെല്ലാം? നമ്മളെ KSEB വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ്. ചാർമമ്മി ഇത് എന്തിനോ കൊണ്ട് നമ്മളെ അടുത്തേക്ക് വരുത്തേന് നമ്മള് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരില്ല, ആരും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പിന്നെ പോക്കിയിട്ടാന്നുള്ളത്. ഇതിപ്പോ നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാൾക്കെങ്കിലും പറ്റുവാനും ഗൈസ്. ലൈന് പൊട്ടി മേടിക്കണ്ടേ? വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാനൊരിക്കൽ വീണാടുന്ന് പറ്റിയിട്ടില്ല ഒന്നും. ഇതാ വീഡിയോയെങ്കിൽ ഭയങ്കര വഴുക്കല്ലാണ്. ഇതാ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര വഴുക്കാണ്. നല്ല മഴയുണ്ട്. കൊടയിലാണ് ഇപ്പൊ നിക്കുന്നത്. കുഞ്ഞമ്മയാണെങ്കിൽ നനഞ്ഞു കുളിക്കലാണ്. ആ ഇതാടുന്ന് ഇതിപ്പോ നമ്മള് കണ്ടിട്ടില്ലെങ്കിലോ? അതാടുന്ന് മുറിഞ്ഞിട്ടില്ല, നമ്മൾ അത് കണ്ടിട്ടില്ലേ? ഇപ്പൊ കണ്ടേ. ഞാൻ വിചാരിച്ച ആ ചുമരിന്റെ ഉള്ളിലേക്ക് കൂടി അങ്ങ് പോവാ ഇതേന്ന്. ഇതത് മുറിഞ്ഞിട്ടില്ലത്. ഇത്ര ഉറപ്പില്ലാത്ത സാധനം ഇതെന്ന് ഞാൻ ഇപ്പൊ അറിയുന്നു കേട്ടോ കുഞ്ഞമ്മേ. അതല്ലേ പറയുന്നു. എന്താ അവസ്ഥ? ഇതാ റോഡ് മേല് നടുപ്പെരിയല്ലേ ബൈക്കെല്ലാം പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ അങ്ങോട്ട് പോകും. അതാണെങ്കിലും അവിടുന്ന് വഴുക്കുന്നുണ്ട്. അതാ ചളി പോകുന്ന സ്ഥലല്ലേ? അത്ര വണ്ടി വരേണ്ട സമയം ഇപ്പൊ അല്ല. സത്യോ അല്ല, എന്തോ വണ്ടിയും വരുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് വന്നിനി, അങ്ങനെ ഇങ്ങോട്ട് വന്ന കണ്ടില്ല. ആ തിരിച്ചു പോയി കണ്ടിരി. നീ ഇങ്ങോട്ട് നിൽക്കല്ലേ? വീണ് പോരാതെ എന്നെ വീഴാൻ നിൽക്കണ്ട. അയ്യോ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പൊ കണ്ടിട്ടില്ലെങ്കിലോ? അതാണ് ചിന്തിച്ചോക്കണ്ട കാര്യല്ലേ. അത് നമ്മള് മറ്റേ വീഡിയോ എടുക്കുമ്പോ വീഡിയോ നിർത്തേണ്ടി വന്നിനി. നമ്മള് അപ്പുറത്ത് വീഡിയോ എടുക്കുന്നതാണെങ്കിൽ എന്നാ കഥ? നമ്മള് വീഡിയോ എടുക്കുന്നതിന് നടുവിൽ ചായയും കുടിച്ച് വീഡിയോ എടുക്കലേനു. അപ്പോഴത്തേക്ക് നിൽക്കലേനു. ചായയും കുടിക്കാൻ വേണ്ടി നമ്മള് വന്നെയാണ്. ദോശ തിന്നോണ്ടിരിക്കുമ്പോ നമ്മൾ ഇത് കാണുന്നു. അപ്പോഴത്തേക്ക് ഇത് കട്ടായി പോയി, കൈ ഞെങ്ങിട്ട്. എന്നിട്ടല്ലേ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിയിട്ടു. അതാണ് പറയുന്നത്. ഇപ്പൊ പോയിട്ടേ ചാരമ്മ എന്തെല്ലോ ആടുന്ന് വിളിച്ചു പറയുന്നുണ്ട്. നമുക്കൊന്നും തിരിയുന്നില്ല. ആ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. ആടെയോ വന്ന് നിന്നിട്ടുണ്ട്. അതതിന്റെ പ്രശ്നം. അപ്പൊ ആ താഴെ വീണത് മട്ടല. ഇത് ചിരിക്കാണ്ടിരിക്കാനാവൂല. ഓരോ തമാശകൾ കൊണ്ട് നമ്മള് വീഡിയോ ഓഫായി എന്ന് വിചാരിച്ചിട്ട് ഓരോ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലേനു. സത്യോ. നീ ഓടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവും സൈക്കിൾ ഓടിക്കുന്നത് റോഡ് മുന്ന്. ഈലെ കൂടി ഓടിക്കൂലപ്പാ. ഓടിക്കൂല. ഇങ്ങോട്ട് വരത്തില്ല. ആ വെള്ളത്തിന് അങ്ങോട്ടേ പോക്കില്ലു. ഇനി പോവില്ല.
അവര് എന്നിട്ട് ഫോൺ എടുത്തില്ലല്ലോ അല്ലേ? സത്യം. ഇവര് കേബിള് പിന്നെ കിട്ടാത്തവരോ ഇത് കറണ്ട് ഓണാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാന്ന് വിചാരിച്ചിട്ട് അവരോ ഫോൺ എടുക്കൂല. എപ്പെങ്കിലും 1 മണിക്കൂറിലെ കഴിഞ്ഞാകുമ്പോൾ എടുത്താലെടുത്ത് വിളിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം എടുക്കൊന്നുമില്ല. ഇനി അതിലൊന്നും ബാധകമല്ല. ആ പോസ്റ്റിന്റെ മേലെ ഈ പോസ്റ്റിന്റെ മേലേക്കാണ് ഇത് തേച്ച് വീട് 2 കമ്പിയും വീണിട്ടുള്ളത്. വീണതല്ല, മുറിഞ്ഞിട്ട് വീണിട്ടുള്ളത്. അത്രക്ക് അതിശക്തായ കാറ്റിനല്ലേ. ഈ മഴ കൊണ്ടിട്ട് ഇനി എന്തേലും വരുവാമോ? ഞാൻ കൊണ്ടിട്ടില്ല കുഞ്ഞമ്മ. പണി പാളി. ഇതിപ്പോ ആരും വരുന്നേം കാണുന്നില്ല. അതാരാ? ഇതാ ഇപ്പത്തെ വീടത്തെ വീട്ടിലുള്ളവരാണ്. അതാ അവര് കമ്പി ഇതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്കെല്ലാം വെക്കുന്നുണ്ട്. അവരാണ് വിളിച്ച കേട്ട പാട് നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തിരുന്നു കേട്ടാ. ഭയങ്കര വേവലാതിയിലാണ് ഇല്ലത്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ചായ കുടിക്കലേനു. അത് കുടിച്ച് നമ്മള് വീഡിയോ ഒന്നും പാട്ട് പാടാൻ നോക്കുമ്പോഴത്തേക്ക് താനെ കട്ടായിപ്പോയി. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് വീഡിയോ ഓഫായി. എന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്കെല്ലാം ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് കണ്ടത് സംഭവം. അന്നേരം ഉണ്ട് ഞാൻ വിചാരിച്ച കുഞ്ഞമ്മ എടീ നോക്കണേന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് വിചാരിച്ച് പാമ്പെങ്ങാനാന്ന്. പാമ്പൊന്നുമല്ല, എനിക്ക് ഞാൻ സാധാരണയായിട്ട് വയറല്ലേ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോണ്ട് കമ്പി തന്നെയാണ്. കമ്പി പൊട്ട് വീണിട്ട് തന്നെയാണ്. കുഞ്ഞമ്മക്കാണെങ്കിൽ ഭയങ്കര വേവലാതിയാണ് ഗൈസ്. ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് മുറിയാണ് ചെയ്തത്. ഇത്ര ഉറപ്പില്ല സാധനം മുറിഞ്ഞെന്ന് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു പോലെ തോന്നി. ഇത് ഈലേക്കൂടി ആരെങ്കിലും വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും സീനാവും ഗൈസ്. അവരാട് തന്നെ കുറിച്ച് പറയലാന്ന്. അത് നല്ല മഴ പെയ്യലാന്ന്. ഇപ്പം ഇനി ആദ്യം പൊട്ടി പോകുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് താഴോട്ടേക്ക് പോട്ടെ. വലിയതാന്ന് ഇടാ വഴിക്കിരുന്ന് നടുപിടിച്ച് അങ്ങ് താഴെ എത്തു. ഞാൻ അത്രക്ക് കെയറായിട്ടാണ് പോകുന്നത്. കുഞ്ഞമ്മയും വരുന്നുണ്ട്. ഞാൻ കുറച്ച് താഴോട്ട് എത്തുന്നതാണ്. ആടുത്തെ കുഞ്ഞമ്മ കൊമ്പെല്ലാം എടുത്തിട്ട് വെക്കുന്നുണ്ട്. എല്ലാം ഇത്ര സമയത്ത് പരക്ക വണ്ടി പോണ്ടാണ്. ഇതൊന്നും പോന്ന കാണുന്നില്ല. അതാണ് അതിൻ്റെ ഇത് കണ്ട ഗൈസ്. കുഞ്ഞമ്മ ഇതാ ഭയങ്കര ധീരതയോടെ കൊമ്പെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അത് മുരിക്കിൻ്റെ കൊമ്പാട്ടോ, അത് വള്ളിയാണ്. അടുത്ത മരം മുറിക്കുമുണ്ടായതെങ്ങാനാണ് അതെടുത്ത് വെച്ചിട്ടുണ്ട്. KSEB വിളിച്ചിട്ട് ഒരു 1/4 മണിക്കൂറായിരിക്കും. എന്നിട്ടും അവർ വരുന്ന കാണുന്നില്ല. കുഞ്ഞമ്മ ഇത് ഓരോ കൊമ്പെല്ലാം എടുത്ത് വലിച്ച് ചാടിയിട്ട് മെല്ലെ ഇങ്ങോട്ട് വരുത്താണ്. ഒന്നും വരൂല കേട്ടാ. അങ്ങോട്ട് പാലാട്ടം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഉണ്ടായ ഈ സംഭവത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് എന്തെങ്കിലും സംഭവിക്കല്ലേ? അപ്പൊ പിന്നെ പറഞ്ഞാ മതിയാ. അപ്പൊ ഇങ്ങനെ ഉണ്ടായാല് നമ്മളവിടെ ബ്ലോക്കറൊക്കെ എടുത്ത് വെച്ചാല് ആർക്കും ഒരു ആപത്തും പറ്റാതെ സംരക്ഷിച്ചതില് നമുക്കൊരു അഭിമാനമുണ്ട്. നമ്മള് ചായ കുടിക്കാൻ നമ്മള് അപ്പുറം വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നിടത്തുനിന്നാണ് നമ്മള് പിന്നെ ഇനി ഇപ്പൊ മഴയല്ലേ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ ഞാൻ ചായ വെച്ച് കൊണ്ടുവന്ന് നമ്മൾ രണ്ടാളും ഒരേ തിരിഞ്ഞിട്ട് കുറ്റിയാരത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ആടെ ഇങ്ങനെ ഒരു കമ്പി കണ്ടു. അത് അതാ കമ്പി പൊട്ടി വീണ്ടാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കൂക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി താഴെ കസേലയും വേറെ എന്തെല്ലാം കൊണ്ടുവച്ചു. മേലെ അപ്പുറത്തെ വിത്താൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ നമുക്ക് ഈ അപകടത്തിൽ നിന്ന് ആരെയായാലും രക്ഷപ്പെടുത്താൻ പറ്റിയത്. വണ്ടി ഇങ്ങോട്ട് വരുന്ന വണ്ടി അങ്ങോട്ടേക്ക് മടങ്ങി പോയിട്ടാ ഉള്ളത്. അങ്ങനെ അത്രയെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിയതിൽ നമുക്ക് അഭിമാനമുണ്ട്. 2 കമ്പിയുമാണ് വീണിട്ടുള്ളത്. ഒറ്റയല്ല, ഒന്ന് മാത്രമല്ല, 2 കമ്പിയും മുറിഞ്ഞു വീണിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള അപകടം എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ലൈൻ്റെ കമ്പി പൊട്ടി വീണിട്ട് പറയുന്നതല്ലാണ്ട് നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റിയാൽ നമുക്ക് അഭിമാനമുണ്ട്. താങ്ക് യു.